ഹായ് ഗൈസ്, എല്ലാവർക്കും ഹോളിവുഡ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. ഇന്ന് ഡ്രാഗൺ ബോൾ സിയുടെ സ്റ്റോറി എക്സ്പ്ലെയിനിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. ലോകമെമ്പാടും വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു ആനിമയാണ് ഡ്രാഗൺ ബോൾ സി. സോ ഗൈസ്, ഇത്രയും ഫാൻ ബേസ് ഉള്ള ഈ ഒരു ആനിമയുടെ സ്റ്റോറി എക്സ്പ്ലെയിനിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡ്രാഗൺ ബോൾ ഇവൻസിന് ശേഷം എർത്ത് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഏലിയൻ ഷിപ്പ് ഭൂമിയിലോട്ട് വരുന്നത്. അതിൽ ഗോകുവിൻ്റെ ചേട്ടൻ റാഡിറ്റ്സ് ആണുള്ളത്. റാഡിറ്റ്സ് സെയൻ എന്ന ഒരു വാരിയർ റേസിലെ ഒരാളാണ്. തൻ്റെ സഹോദരൻ കാഗറോട്ട്, അതായത് ഗോകുവിൻ്റെ ശരിക്കും പേര്, ഭൂമി കീഴടയ്ക്കോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് റാഡിറ്റ്സ് എർത്തിലോട്ട് വരുന്നത്. എന്നാൽ ഗോകു അവിടെ ഒന്നും തന്നെ ചെയ്തില്ല എന്ന് കണ്ട റാഡിറ്റ്സ് ഒരു ലെവറേജിനായി ഗോകുവിൻ്റെ മകൻ ഗോഹാനെ തട്ടിക്കൊണ്ടുപോകുന്നു. തൻ്റെ മകനെ രക്ഷിക്കാൻ തൻ്റെ പഴയ ശത്രുവായ പിക്കളോവായിട്ട് ഗോകു ടീമപ്പ് ചെയ്യുന്നു. അവിടെ വെച്ചവർ റാഡിറ്റ്സുമായിട്ടൊരു ഭയങ്കര ഫൈറ്റ് ഉണ്ടാകുന്നു. റാഡിറ്റ്സിനെ തോൽപ്പിക്കാൻ ഗോകു റാഡിറ്റ്സിനെ പിടിച്ചു വെക്കുന്നു. ആ ടൈമിൽ പിക്കളോ അവൻ്റെ സ്പെഷ്യൽ ബീം കാനോൺ യൂസ് ചെയ്ത് റാഡിറ്റ്സിൻ്റെ നേർക്ക് വിടുന്നു. എന്നാൽ ആ ബീം റാഡിറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഗോകുവിനും കൊള്ളുന്നു. അങ്ങനെ അവർ റാഡിറ്റ്സിനെ തോൽപ്പിക്കുന്നു. എന്നാൽ റാഡിറ്റ്സ് അപ്പോൾ പറയുകയാണ്, ഇനിയും 2 സെയൻസും കൂടി ബാക്കിയുണ്ട്. അവർ പിക്കളോ പറഞ്ഞ മാജിക്കൽ ഡ്രാഗൺ ബോൾ കൈക്കലാക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നും പറയുന്നു. അങ്ങനെ ഗോകുവും റാഡിറ്റ്സും മരിക്കുന്നു. അങ്ങനെ ആ 2 സെയൻസും 1 വർഷത്തിനുള്ളിൽ ഭൂമിയിലെത്തും. അങ്ങനെ ഗോകു ആഫ്റ്റർ ലൈഫിൽ വെച്ച് ഭൂമിയിൽ വരാൻ പോകുന്ന സെയൻസിനെ തോൽപ്പിക്കാനായിട്ട് കിങ് കായുടെ അടുത്തേക്ക് ട്രെയിനിങ്ങിനായി പോകുന്നു. ഭൂമിയിൽ ഗോകുവിൻ്റെ മകൻ ഗോഹാനെ പിക്കളോ ട്രെയിൻ ചെയ്യുന്നു. റാഡിറ്റ്സുമായിട്ടുള്ള ഫൈറ്റിൽ ഗോഹാൻ അവൻ്റെ പൊട്ടൻഷ്യൽ കാണിച്ചതാണ്. എന്നാൽ ഒരു വെറും പേടിത്തൊണ്ടൻ കുട്ടിയാണ് ഗോഹാൻ ഇപ്പോൾ. ഗോഹാനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിക്കളോ ഒരു സ്ട്രിക്റ്റ് ടീച്ചർ കൂടിയായിരുന്നു. എന്നിരുന്നാലും ഗോഹാനും പിക്കളോയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവുന്നു. അങ്ങനെ ആ ദിവസം വന്നു. 2 സെയൻസ് വെജിറ്റയും നാപ്പയും ഭൂമിയിലെത്തിയിരിക്കുന്നു. അവർ ഭൂമിയിലെത്തിയ ഉടനെ തന്നെ ഒരു സിറ്റി എൻറ്റയർലി ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ 2 സെയൻസിനെയും നമ്മുടെ സീ വാരിയേഴ്സ് ചാലഞ്ച് ചെയ്യുന്നു. എന്നാൽ അത് വിചാരിച്ച പോലെ പോകുന്നില്ല. യാംച അവിടെ വെച്ചുള്ള ഗ്രീൻ മിനിയൻസിൻ്റെ കയ്യിൽ നിന്നും മരണപ്പെടുന്നു. ചൗട്സുവും ടിയാനും നാപ്പയുമായിട്ടുള്ള ഫൈറ്റിൽ മരിക്കുന്നു. ക്രില്ലനും പിക്കളോയും നാപ്പയുമായി ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ഗോഹാൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പിക്കളോ സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നു. അത് കുറച്ച് ഇമോഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ 2 സെയൻസിൻ്റെയും മിഷനായ ഡ്രാഗൺ ബോൾസിനെ യൂസ് ചെയ്യാൻ പിക്കളോ ജീവനോടെ വേണം. പിക്കളോ മരിച്ചതിനെ തുടർന്ന് ഭൂമിയിലെ ഡ്രാഗൺ ബോൾസ് ഇല്ലാതെയാവുന്നു. ഭാഗ്യത്തിന് ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ചിട്ട് ഗോകുവിനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ഗോകു വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരുന്നത്. സോ ഗോകു നാപ്പയെ ഈസി ആയിട്ട് തോൽപ്പിക്കുന്നു. എന്നാൽ നാപ്പ ഗോകുവിനോട് തോറ്റത് കാരണം വെജിറ്റ നാപ്പയെ കൊല്ലുന്നു. എന്നിട്ട് ഗോകുവിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ വെജീറ്റയ്ക്ക് ഫൈറ്റ് വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. വെജീറ്റ വളരെ അധികം പവർ ലെവലുള്ള ഒരു സെയൻ വാരിയറാണ്. വെജീറ്റ അൾട്ടിമേറ്റ് സെയൻ എയ്പ്പായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്നാൽ ഗോകുവിന് കയോക്കൻ ടെക്നിക് ഉള്ളത് കൊണ്ട് ഗോകുവിൻ്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഗോകു സ്പിരിറ്റ് ബോംബ് യൂസ് ചെയ്ത് അത് നേരെ വെജീറ്റയ്ക്ക് നേരെ വിടുന്നു. ഭാഗ്യത്തിന് ഗോകുവിൻ്റെ ഫ്രണ്ടായ യാജിറോബി എയ്പ് ഫോമിലുള്ള വെജീറ്റയുടെ വാൽ മുറിക്കുന്നു. ഇതോടെ വെജീറ്റ നോർമൽ ഫോമിലോട്ട് വരുന്നു. എന്നിട്ട് ഗോഹാൻ്റെ ഗ്രേറ്റ് എയ്പ് ഫോം വെജീറ്റയെ ക്രഷ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇഞ്ചേർഡ് ആണ്. എന്നിരുന്നാലും വെജീറ്റ എഴഞ്ഞ് അവൻ്റെ സ്പേസ്ഷിപ്പിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു. ആ ടൈമിൽ ക്രില്ലൻ യാജിറോബിയുടെ വാൾ എടുത്ത് വെജീറ്റയെ കൊല്ലാൻ നോക്കുന്നു. ബട്ട് ഗോകു അത് തടയുന്നു. വെജീറ്റ രക്ഷപ്പെടുന്നു. അങ്ങനെ ഡ്രാഗൺ ബോൾ ഇപ്പോൾ ഇല്ലാത്തത് കാരണം മരിച്ചുപോയ ഹീറോസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോസിനെ പിക്കളോയുടെ ഹോം വേൾഡായ നാമക്കിൽ പോയിട്ട് അവിടെയുള്ള ഡ്രാഗൺ ബോൾസ് യൂസ് ചെയ്ത് മരിച്ചുപോയ ഹീറോസിനെയും ബാക്കിയുള്ളവരെയും തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ സ്പേസിലോട്ട് പോകാൻ അവർ പോവുകയാണ്. ഗോഹാനും ക്രില്ലനും പിന്നെ ബുൾമയുമാണ് നാമക്കിലോട്ട് പോകുന്നത്. വെജീറ്റയുമായിട്ടുള്ള ഫൈറ്റിൽ നിന്നും ഗോകു റിക്കവർ ആവുകയാണ്. ഇതേ സമയം ഫൈറ്റിൽ നിന്നും റിക്കവറായ വെജീറ്റ ഡ്രാഗൺ ബോൾസിന് വേണ്ടിയിട്ട് നാമക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് വെജീറ്റ സെയൻസിൻ്റെ ബിഗ് സീക്രറ്റ്സ് വെളിപ്പെടുത്തുകയാണ്. ഓരോ ഫൈറ്റ് കഴിയുന്തോറും സെയൻസ് വീണ്ടും പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വെജീറ്റ ഫ്രീസ ഫോഴ്സിനെ ബിട്രൈ ചെയ്ത് ഡ്രാഗൺ ബോൾസ് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും നാമക്കിൽ ഡ്രാഗൺ ബോൾസിന് വേണ്ടിയുള്ള സെർച്ചിങ്ങിലാണ്. എന്നാൽ ഫ്രീസയുടെ കയ്യിൽ ഓൾറെഡി 5 ഡ്രാഗൺ ബോൾസ് ഉണ്ട്. ഫ്രീസ വളരെ ക്രൂരനായ ഒരു മോൺസ്റ്ററാണ്. ഡ്രാഗൺ ബോൾസിന് വേണ്ടി ഫ്രീസ ഓരോ നമക്കിയൻ വില്ലേജസിലും പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയാണ്. ഇതേസമയം ഗോഹാനും ക്രില്ലനും ഡെൻഡെ എന്നൊരു കുട്ടി നമക്കിയനെ രക്ഷിച്ച് നാമക്കിലെ എൽഡർ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ക്രില്ലൻ്റെയും ഗോഹാൻ്റെയും ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന പവേഴ്സിനെ പുറത്തെടുക്കാൻ ഗുരു സഹായിക്കുന്നു. ഇതേസമയം ഫ്രീസ ഡ്രാഗൺ ബോൾസ് റിട്രീവ് ചെയ്യാൻ അവൻ്റെ എലൈറ്റ് സ്ക്വാഡായ ഗിന്യൂ ഫോഴ്സിനെ നാമക്കിലോട്ട് വിളിപ്പിക്കുന്നു. ഗോകു ഇപ്പോൾ റിക്കവേർഡ് ആയിട്ട് ഗോഹാനും ടീമിനും ബാക്കപ്പായി നാമക്കിലോട്ട് വരികയാണ്. വരുന്ന വഴിയിൽ ഗോകു സ്പേസ്ഷിപ്പിൽ വെച്ച് 100 ടൈംസ് ഇൻറ്റൻസ് ഗ്രാവിറ്റിയിൽ ഹാർഡ് കോർ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗിന്യൂ ഫോഴ്സും നമ്മുടെ ടീമും തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. എന്നാൽ എല്ലാവരും അതിൽ തോൽക്കുന്നു.
നമ്മുടെ ഫൈറ്റേഴ്സിൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഗോക്കു അവിടെ എത്തുന്നു. അങ്ങനെ ഗോക്കു ഒരു മാരക എൻട്രൻസ് നടത്തുന്നു. ഗോക്കു ഈസി ആയിട്ട് തന്നെ ഗിനിയോ ഫോഴ്സിനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗിനിയോ ഫോഴ്സിൻ്റെ ക്യാപ്റ്റൻ അവൻ്റെ അൾട്ടിമേറ്റ് ട്രിക്ക് പുറത്തെടുക്കുന്നു. അതായത് ക്യാപ്റ്റൻ അവൻ്റെ ബോഡിയും ഗോക്കുവിൻ്റെ ബോഡിയും തമ്മിൽ സ്വിച്ച് ചെയ്യും. എന്നാൽ ക്യാപ്റ്റൻ ഗിന്യു വെജിറ്റയുടെ ബോഡിയായിട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു തവളയുടെ ബോഡിയിലോട്ടാണ് സ്വിച്ച് ചെയ്തത്. അങ്ങനെ അവിടെ വെച്ച് ഉണ്ടായ ഇഞ്ചുറീസിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട് ഗോക്കുവിനെ ഫ്രീസയുടെ ഷിപ്പിലുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഈ സമയം വെജിറ്റ ഇല്ലാത്ത നേരം നോക്കിയിട്ട് ക്രില്ലനും ഗോഹാനെ ഡെൻഡയും നമക്കേൻ ഡ്രാഗൺ ബോൾ യൂസ് ചെയ്ത് ഡ്രാഗണെ സമൺ ചെയ്യുന്നു. നമക്കേൻ ഡ്രാഗൺ ബോൾസ് യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ 3 വിഷസ് കിട്ടും. ഫസ്റ്റ് വിഷിലൂടെ അവർ പിക്കളോയെ തിരിച്ചു കൊണ്ടുവരുന്നു. രണ്ടാമത്തെ വിഷിലൂടെ പിക്കളോയെ നാമക്കിലോട്ട് എത്തിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ വിഷ് ചെയ്യാൻ നേരത്ത് വെജിറ്റ വരികയും വെജിറ്റ ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു വിഷ് യൂസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. ആ ടൈമിൽ ഡ്രാഗൺ മാഞ്ഞു പോകുന്നു. ഇതിന് കാരണം നമക്കേൻ ഡ്രാഗൺ ബോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൽഡർ ഗുരു മരിക്കുന്നു. ഇതോടെ ഡ്രാഗൺ ബോൾസ് ഇല്ലാതെയാകുന്നു. നിർഭാഗ്യവച്ചാൽ ഫ്രീസ ആ ടൈമിൽ അവിടെ എത്തിയിട്ട് എല്ലാവർക്കും പണി കൊടുക്കുന്നു. അവിടെ വെച്ചുള്ള ഫൈറ്റിൽ ഫ്രീസ തൻ്റെ അൾട്ടിമേറ്റ് ഫോമിലോട്ട് മാറുന്നു. പിക്കളോ നമക്കിയനായ നീലിൻ്റെ കൂടെ ഫ്യൂസ് ചെയ്തിട്ട് കൂടെ ഫ്രീസയെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. വെജിറ്റയും ഫ്രീസയും ഫൈറ്റ് ചെയ്യുന്നു. ബട്ട് നോ ഹോപ്പ്. ആ ടൈമിൽ നമ്മുടെ ഗോക്കു റിക്കവറായി ഫൈറ്റിൽ ജോയിൻ ചെയ്യുകയാണ്. ഇഞ്ചേർഡായ വെജിറ്റ ഗോക്കുവിനോട് പറയുകയാണ് നമ്മുടെ ഹോം പ്ലാനറ്റായ വെജിറ്റ ഡിസ്ട്രോയ് ചെയ്തത് ഫ്രീസയാണ്. തൻ്റെ അവസാന ശ്വാസത്തിൽ വെജിറ്റ ഗോക്കുവിനോട് അവരുടെ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്തതിന് ഫ്രീസയോട് പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് രോമം എണീച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഫൈറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോക്കു തനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഫ്രീസയെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് ഫ്രീസയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഫ്രീസ ഫണ്ടിന് വേണ്ടിയിട്ട് ക്രില്ലിനെ കൊന്നുകളയുന്നു. ഇത് കണ്ട ഗോക്കുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ആ റേജിലൂടെ ഗോക്കു സൂപ്പർ സേനായി മാറുകയും ചെയ്യുന്നു. സൂപ്പർ സേനായ ഗോക്കു ഫ്രീസയെ എടുത്തിട്ടലക്കുന്നു. ബട്ട് ഫ്രീസയെ കൊല്ലുന്നില്ല. ബട്ട് ഫ്രീസ ഗോക്കുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നാമക് എന്ന പ്ലാനറ്റ് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഫ്രീസയ്ക്ക് സ്പേസിൽ സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗോക്കുവിന് പറ്റില്ല. ഡ്രാഗൺ ബോൾസ് യൂസ് ചെയ്ത് നാമക്കിൽ മരിച്ച എല്ലാവരെയും തന്നെ എർത്തിലോട്ട് കൊണ്ടുവരുന്നു. എന്നാൽ ഫ്രീസയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഗോക്കു നാമക്കിൽ നിൽക്കുന്നു. ഗോക്കു തൻ്റെ കമേഹാമേഹ വേവ് യൂസ് ചെയ്തിട്ട് ഫ്രീസയെ തോൽപ്പിക്കുന്നു. പ്ലാനറ്റ് ഡിസ്ട്രോയ് ആവുന്ന ലാസ്റ്റ് ടൈമിൽ ഗോക്കും ആ ഒരു പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നു. ക്രില്ലൻ, ഗോഹാൻ, ബുൾമ, വെജിറ്റ പിന്നെ ബാക്കി നമക്കിയൻസും എല്ലാവരും കൂടിയിട്ട് ഗോക്കു ഇല്ലാതെ എർത്തിലെത്തി. ഫ്രീസയുടെ അച്ഛൻ കിങ് കോൾഡ് സ്പേസിൽ വെച്ച് ഫ്രീസയെ കണ്ടുപിടിക്കുകയും ഫ്രീസയെ രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഗോക്കുവിനെ കൊല്ലാനായിട്ട് എർത്തിലോട്ട് വരുന്നു. എന്നാൽ എർത്തിൽ വെച്ച് ട്രങ്ക്സ് എന്ന പേരുള്ള പുതിയൊരു വാരിയർ സൂപ്പർ സൈൻ ഫോമിലോട്ട് മാറുകയും ഫ്രീസേനെയും കിങ് കോൾഡിനെയും ഈസി ആയിട്ട് കൊല്ലുന്നു. അങ്ങനെ ഗോക്കു എർത്തിലേക്ക് വരുന്നു. എന്നിട്ട് വേറെ ഒരു ഏലിയൻ വേൾഡിൽ നിന്ന് പഠിച്ച ടെലിപ്പോർട്ടേഷൻ പവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിക്കുന്നു. അങ്ങനെ ട്രങ്ക്സ് ഗോക്കുവിനോട് മാത്രമായിട്ട് സംസാരിക്കുന്നു. ട്രങ്ക്സ് ഗോക്കുവിനോട് പറയുന്നു താൻ അപ്പോകലാപ്റ്റിക് ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ്. ഫ്യൂച്ചറിൽ എല്ലാവരെയും 2 ഈവിൾ ആൻഡ്രോയിഡ്സ് കൊല്ലുന്നു. ഇത് തടയാനാണ് ഞാൻ വന്നതെന്ന്. ഇത് മാത്രമല്ല, ട്രങ്ക്സ് ഗോക്കുവിനോട് പറയുകയാണ് താൻ ബുൾമയുടെയും വെജിറ്റയുടെയും മകനാണെന്ന്. ഇത് കേട്ട ഗോക്കു ഞെട്ടുന്നു. അങ്ങനെ വാരിയേഴ്സ് ആൻഡ്രോയിഡ്സിനെ ഫൈറ്റ് ചെയ്യാൻ പ്രിപ്പയർ ആവുന്നു. അങ്ങനെ ആ ദിവസം വന്നു. അവർ ആ 2 ആൻഡ്രോയിഡ്സിനെയും ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഗോക്കുവിൻ്റെ ഹാർട്ടിന് ഒരു വൈറസ് ഡിസീസ് വരുന്നു. എന്നാൽ ആ ടൈമിൽ വെജിറ്റ വരികയും വെജിറ്റ സൂപ്പർ സേനായി മാറുകയും ഒരു ആൻഡ്രോയിഡ്സിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ശരിക്കുമുള്ള പവർഫുൾ ഈവിൾ ആൻഡ്രോയിഡ്സ് അവരല്ല. ആൻഡ്രോയിഡ് 17ഉം 18ഉമാണ് റിയൽ വൺസ്. ആൻഡ്രോയിഡ് 18 വെജിറ്റയെ ഈസി ആയിട്ട് തോൽപ്പിക്കുന്നു. എന്നാൽ ഇപ്പോഴാണ് ശരിക്കുമുള്ള വലിയ പ്രശ്നം വരുന്നത്. സെൽ എന്നു പേരുള്ള ഒരു പുതിയ ബയോളജിക്കൽ ആൻഡ്രോയിഡ് മോൺസ്റ്റർ വരുന്നു. ഈ മോൺസ്റ്ററിൻ്റെ ടെയിൽ ഉപയോഗിച്ചിട്ട് മനുഷ്യരെ അബ്സോർവ് ചെയ്യുന്നു. പിക്കളോ ആൻഡ്രോയിഡ്സിനെ ഫൈറ്റ് ചെയ്യാൻ കാമിയായിട്ട് വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ പിക്കളോ ആണ് ശരിക്കും കണ്ടെത്തുന്നത് സെല്ലാണ് ശരിക്കുമുള്ള ത്രെറ്റ് എന്നതും സെൽ ആൻഡ്രോയിഡ് 18നെയും 17നെയും കൺസ്യൂം ചെയ്താൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു മോൺസ്റ്ററായി മാറുമെന്ന് പിക്കളോ മനസ്സിലാക്കുന്നു. സെല്ല് അവസാനം ആൻഡ്രോയിഡ് 17നെ അബ്സോർബ് ചെയ്യുന്നു. എന്നാൽ ഈ ടൈമിൽ വെജിറ്റ വരികയും വെജിറ്റയും ട്രങ്ക്സും കാമി ലുക്കൗട്ടിൽ വെച്ച് ഹൈപ്പർബോളിക് ടൈം ചേംബറിൽ ട്രെയിൻ ചെയ്തിരുന്നു. അങ്ങനെ അവർ സൂപ്പർ സൈൻ 2 ഫോം അച്ചീവ് ചെയ്യുകയും ചെയ്തിരുന്നു. വെജിറ്റ ഇംപെർഫെക്റ്റ് സെല്ലിനെ ഈസി ആയിട്ട് തോൽപ്പിക്കുന്നു. എന്നാൽ ഈഗോയും പ്രൈഡും തലക്ക് പിടിച്ച വെജിറ്റ സെല്ലിനെ ആൻഡ്രോയിഡ് 18നെ അബ്സോർബ് ചെയ്യാൻ വിടുന്നു. എന്നാൽ 18നെയും കൂടി അബ്സോർബ് ചെയ്തതോടെ സെല്ലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആവുകയും അങ്ങനെ സെല്ല് വെജിറ്റയെയും ട്രങ്ക്സിനെയും തോൽപ്പിക്കുന്നു. എന്നാൽ താനാണ് അൾട്ടിമേറ്റ് ബീയിങ് എന്ന് തെളിയിക്കാൻ സെൽ ഗെയിംസ് എന്ന ഒരു ഫൈറ്റിംഗ് ടൂർണമെൻറ്റ് സെല്ല് നടത്തുന്നു. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഗോക്കുവും ഗോഹാനും കൂടിയിട്ട് ഹൈപ്പർബോളിക് ടൈം ചേംബറിലോട്ട് പോകുന്നു. എന്നിട്ട് സെൽ ഗെയിംസ് തുടങ്ങുമ്പോൾ തിരികെ എത്തുന്നു. അങ്ങനെ സെല്ലും ഗോക്കുവും തമ്മിൽ മാരക ഫൈറ്റ് ആവുന്നു. എന്നാൽ പകുതിക്ക് വെച്ച് ഗോക്കു പിന്മാറുന്നു. എന്നിട്ട് തനിക്ക്
പകരം ഗോഹാനെ ഫൈറ്റ് ചെയ്യാൻ വിടുന്നു. അങ്ങനെ ഗോഹാനും സെല്ലും ഫൈറ്റ് ആവുന്നു. എന്നിട്ട് ഗോഹാൻ സെല്ലിനെ തോൽപ്പിക്കുന്നു. ബട്ട് തോൽക്കുമെന്ന് ഉറപ്പായ സെല്ല് എൻ്റയർ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യാൻ നോക്കുന്നു. ബട്ട് ഗോക്കു ഇൻസ്റ്റൻറ്റ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്ത് സ്വയം സാക്രിഫൈസ് ചെയ്യാനായിട്ട് സെല്ലിനെ കിങ്കായുടെ പ്ലാനറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ സെല്ല് എക്സ്പ്ലോഡ് ആവുകയും ഗോക്കുവിനെയും കിങ്കായിനെയും കൊല്ലുന്നു. നിർഭാഗ്യവശാൽ സെല്ലിൻ്റെ ഒരു സെല്ല് അവിടെ സർവൈവ് ചെയ്യുകയും സെല്ല് വീണ്ടും അതിൽ നിന്ന് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഗോഹാൻ സൂപ്പർ സൈൻ 2 ഫോം മാസ്റ്റർ ചെയ്യുകയും കമേഹാമേഹ വേവ് യൂസ് ചെയ്ത് സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി എൻഡിങ് കിട്ടുന്നു. ബട്ട് ഗോക്കു ആഫ്റ്റർ വേൾഡിൽ തന്നെ ഇരിക്കാൻ തീരുമാനിക്കുന്നു. ക്രില്ലൻ റിസറക്റ്റഡ് ആയ 18-യുമായിട്ട് കല്യാണം കഴിക്കുകയും ട്രങ്ക്സ് തിരിച്ച് ഫ്യൂച്ചറിലോട്ട് പോവുകയും ചെയ്യുന്നു. ഗോഹാൻ വളരുന്നു. എർത്തിൽ വീണ്ടും സമാധാന വർഷങ്ങൾ. എന്നാൽ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. ഗോക്കു ഫൈറ്റിംഗ് കോമ്പറ്റീഷനിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ഭൂമിയിലോട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ഗോക്കുവും ഫാമിലിയും റീയൂണൈറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് ഗോക്കു തൻ്റെ രണ്ടാമത്തെ മകൻ ഗോട്ടനെ ആദ്യമായിട്ട് കാണുന്നു. അങ്ങനെ ഗോക്കുവും വെജീറ്റയും തമ്മിലുള്ള ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ വരാനിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഈവിൽ വില്ലനായ വിസാർഡ് ബാബിഡിയുടെ ആളുകൾ ഗോഹാന്റെ എനർജി സ്റ്റോൾ ചെയ്യുന്നു. ആ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് തൻ്റെ അച്ഛൻ്റെ ക്രിയേഷനായ ലെജൻഡറി മോൺസ്റ്റർ മാജിൻ ബൂയെ റിസറക്റ്റ് ചെയ്യാനാണ് ബാബിഡിയുടെ പ്ലാൻ. ഈ ഒരു പ്ലോട്ടിൽ വെച്ചിട്ട് ബിബിഡി വെജീറ്റയുടെ ഈവൽ നേച്ചർ വീണ്ടും കൊണ്ടുവരുന്നു. അങ്ങനെ ഗോക്കുവും വെജീറ്റയും തമ്മിൽ മാരക ഫൈറ്റ് ഉണ്ടാകുന്നു. എന്നാൽ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ വെജീറ്റ ശരിക്കും ബാബിഡിയുടെ കൺട്രോളിലല്ല. ബട്ട് ഗോക്കു ആയിട്ടുള്ള റീമാച്ച് വെജീറ്റയ്ക്ക് ആവശ്യമായി. അങ്ങനെ ബിബിഡി മാജിൻ ബൂയെ വീണ്ടും റിസറക്റ്റ് ചെയ്യുന്നു. വെജീറ്റ മാജിൻ ബൂയെ കൊല്ലാൻ വേണ്ടിയിട്ട് സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നു. ബട്ട് അത് വെറുതെ ആയി പോകുന്നു. മാജിൻ ബൂ വീണ്ടും വരുന്നു. നമ്മുടെ ഹീറോസ് എന്തൊക്കെ ചെയ്തിട്ടും മാജിൻ ബൂയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഗോക്കു സൂപ്പർ സൈൻ 3 ആയി. ഗോട്ടനും ട്രങ്ക്സും ഫ്യൂസായി. ഗോഹാന്റെ അൾട്ടിമേറ്റ് ഫോം വെജീറ്റ ഗോക്കു കമ്പൈൻഡ് ആയിട്ടുള്ള വെജീറ്റോ. ബട്ട് ഒന്നും തന്നെ നടന്നില്ല. ബട്ട് മാജിൻ ബൂവിൻ്റെ ഗുഡ് ആൻഡ് ഈവിൽ ഫോം സ്പ്ലിറ്റ് ആകുന്നു. അങ്ങനെ മാജിൻ ബൂ തൻ്റെ ഒറിജിനൽ ട്രൂ ഫോമിൽ എത്തുന്നു. ഗോക്കു ഈ ഈവിൽ മാജിൻ ബൂയെ തോൽപ്പിക്കാൻ ഗുഡ് മാജിൻ ബൂവിൻ്റെയും ഗോക്കുവിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഹെൽപ്പ് നേടുന്നു. അങ്ങനെ ഗോക്കു മാജിൻ ബൂയെ തോൽപ്പിക്കുന്നു. ഗോക്കു വീണ്ടും ലോകം രക്ഷിക്കുന്നു. അങ്ങനെ കാലം കടന്നുപോയി. മാജിൻ ബൂ ഇപ്പോൾ ഊബ് എന്ന കുട്ടിയായിട്ട് പുനർജനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഊബിനെ ഗോക്കു ട്രെയിൻ ചെയ്യുന്നു. ഇതോടെ ഡ്രാഗൺ ബോൾ സി എൻഡ് ചെയ്യുകയാണ്. ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. സോ ഗൈസ്, അത് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ വേറെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഓരോ വീഡിയോസ് ഇടുന്നതിന് പ്രചോദനമായിരിക്കും. ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത നറൂട്ടോ, അറ്റാക്ക് ഓൺ ടൈറ്റൻ, പിന്നെ ഡീമൺ സ്ലെയർ, ഇങ്ങനത്തെ പല വീഡിയോസിനും വളരെയധികം അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ആനിമെ എക്സ്പ്ലനേഷൻ വീഡിയോസ് തന്നെ ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത്. വേറെ ഒരു യൂട്യൂബേഴ്സും ആനിമെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യുന്നില്ല. സോ ഗൈസ്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല അടിപൊളി ആനിമേസിൻ്റെ സ്റ്റോറി എക്സ്പ്ലെയിനിങ് വീഡിയോ ആയിട്ട് ഈ ഹോളിവുഡ് കോർണർ വീണ്ടും വരും. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഹോളിവുഡ് കോർണർ സൈനിങ് ഔട്ട്.